നമസ്കാരം. ട്രംപിനെ റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നു എന്നത് മാത്രമല്ല പ്രശ്നം. അതിൽ കൂടുതൽ പ്രശ്നമുള്ള രണ്ടു കാര്യങ്ങൾ വേറെയുണ്ട്. ഒന്ന്, ഇന്ത്യയുടെ മിന്നൽ വേഗത്തിലുള്ള വളർച്ചയും അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങാത്തതുമാണ്. ഇന്ത്യയിൽ അമേരിക്കൻ വിപണി തുറക്കാനുള്ള ട്രംപിന്റെ ആഗ്രഹത്തിനും ആവശ്യത്തിനും മുന്നിൽ മോദി പൂർണ്ണമായ പച്ചക്കൊടി കാണിച്ചില്ല എന്നതും ട്രംപിനെ ചൊടിപ്പിച്ചു എന്ന് വേണം പറയാൻ. ആദ്യം ക്രൂഡ് ഓയിൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി വിപണി തുറക്കുകയും പിന്നീട് മറ്റു പല മേഖലകളിലേക്കും അമേരിക്കയുടെ നീരാളിപ്പിടുത്തം വ്യാപിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ട്രംപിന്റെ ഗൂഢാലോചന. അമേരിക്കൻ ക്രൂഡ് ഓയിലിനും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കുമായി ഇന്ത്യ തങ്ങളുടെ വിപണി തുറക്കുമെന്ന ആഗ്രഹം യുഎസിലുണ്ട് എന്ന ഇന്ത്യയിലെ അടുത്ത യുഎസ് അംബാസിഡറായ സെർജിയോ ഗോറാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന് ഡൊണാൾഡ് ട്രംപ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്ന് സെർജിയോ ഗോർ തുറന്നടിച്ചു. ക്രൂഡ് ഓയിൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, LNG എന്നിവയ്ക്കായി ഇന്ത്യൻ വിപണി തുറക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും സെർജിയോ ഗോർ പറഞ്ഞു. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാരത്തിൽ ഏർപ്പെട്ടാൽ സാധ്യതകൾ അനന്തമാണ് എന്നും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യാപാര ചർച്ചകളിലൂടെ അമേരിക്കയുടെ ക്രൂഡ് ഓയിൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, LNG എന്നിവയ്ക്കായി ഇന്ത്യൻ വിപണി തുറക്കാൻ അമേരിക്ക പൂർണ്ണമായി ഉദ്ദേശിക്കുന്ന നടപടികളാണ് എന്നും സെർജിയോ ഗോർ കൂട്ടിച്ചേർത്തു. ആ വിപണികളിലേക്ക് വ്യാപിക്കാൻ അമേരിക്കയ്ക്ക് എണ്ണമറ്റ അവസരങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ സെർജിയോ ഗോർ അത് ചെയ്യാൻ അമേരിക്ക പൂർണ്ണമായും ഉദ്ദേശിക്കുന്നുണ്ട് എന്നും വ്യക്തമാക്കി. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റു രാജ്യങ്ങളിൽ പിടിമുറുക്കിയതുപോലെ ഇന്ത്യയെ പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കാൻ മാത്രം പഠിച്ച പണി 18 നോക്കിയിട്ടും മോദി അനുവദിക്കാതെ ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോകുന്നത് ട്രംപിനെ കുറച്ചൊന്നുമല്ല ചൊടിപ്പിക്കുന്നത്. പതിയെ പതിയെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ കുത്തക സ്ഥാപിച്ചെടുക്കുകയും അതുവഴി ഇന്ത്യയുടെ വ്യാപാരത്തെയും സാമ്പത്തികത്തെയും നിയന്ത്രിക്കുന്ന രീതിയിൽ അമേരിക്ക ഇന്ത്യൻ മണ്ണിൽ വേരാഴ്ത്തുകയും ചെയ്യും. അതുവഴി ഇന്ത്യക്കാർക്ക് കാലക്രമേണ ട്രംപിന്റെ ആജ്ഞാനുവർത്തികളായി മാറേണ്ടി വരും. അതിനുള്ള മുന്നൊരുക്കങ്ങൾ ട്രംപ് അണിയറയിൽ തയ്യാറാക്കി വാരിക്കുഴി തീർത്ത് വെക്കുമ്പോഴേക്കും അതിൽ നിന്നൊക്കെ വിദഗ്ധമായി മോദിക്ക് ഒഴിഞ്ഞുമാറാൻ കഴിഞ്ഞു. വെള്ളക്കാരുടെ കാൽച്ചുവട്ടിലേക്ക് വീണ്ടും ഇന്ത്യൻ മണ്ണിനെ എറിഞ്ഞു കൊടുക്കാൻ മോദി ഒരുക്കമല്ല എന്നതും ട്രംപിനും വ്യക്തമാണ്. അമേരിക്കയ്ക്ക് മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കാതെ നട്ടൽ നിവർത്തി നിന്നുകൊണ്ട് തന്നെ തുല്യതയോടുകൂടിയുള്ള കരാറുകൾക്ക് മാത്രം തയ്യാറാവാനാണ് മോദിയുടെ തീരുമാനം. ഒരു തരത്തിലും ഇന്ത്യയെ കൊടുക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യം വന്നതോടെയാണ് വീണുകിട്ടിയ റഷ്യ എന്ന അസ്ത്രം ഇന്ത്യക്ക് നേരെ തൊടുത്തുവിടാൻ ട്രംപ് തീരുമാനിച്ചത്. അതിനെയും സഖ്യമുണ്ടാക്കാനുള്ള നിർണായക തീരുമാനത്തിലൂടെ മോദി തകർത്തു തരിപ്പണമാക്കുമ്പോൾ കൂടെ നിന്നുകൊണ്ട് പണിതരാനുള്ള ശ്രമങ്ങളാണ് ട്രംപ് ഇപ്പോൾ അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. വ്യാപാരത്തിന്റെ പേരിൽ ഇന്ത്യയെ വിമർശിക്കുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ട്രംപിന് ഗാഢ സൗഹൃദമുണ്ട് എന്നും ഗോർ അറിയിച്ചു. ഇന്ത്യയെ വിമർശിക്കുമ്പോഴും മോദിയെ ട്രംപ് പ്രത്യേകമായി അഭിനന്ദിക്കാറുണ്ട് എന്നും ഇന്ത്യയെ ചൈനയിൽ നിന്ന് അകറ്റുന്ന രീതിയിൽ ബന്ധമുറപ്പിക്കാൻ US തയ്യാറാണെന്ന സൂചനയും അദ്ദേഹം നൽകി. ഇന്ത്യയും ചൈനയും പങ്കിടുന്ന ബന്ധത്തെക്കാൾ വളരെ ഊഷ്മളമാണ് US ഇന്ത്യ ബന്ധമെന്നും ഇന്ത്യയെ ചൈനയുടെ പക്ഷത്തു നിന്നും മാറ്റി തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നത് തങ്ങളുടെ ഒരു പ്രധാന മുൻഗണനയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ആഗ്രഹങ്ങളിൽ നിന്നൊക്കെ തന്നെ റഷ്യയും ചൈനയും ഇന്ത്യയും തമ്മിൽ സഖ്യമുണ്ടാക്കുന്നതിനെ അമേരിക്ക എത്ര ഭയക്കുന്നുണ്ട് എന്ന് പകൽ പോലെ വ്യക്തവുമാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച